ബിക്കം എ തോട്ട് ലീഡർ. നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യം ഇതാണ്. നമുക്ക് നല്ല വിശ്വാസമുള്ള ഒരാളെ കണ്ടുപിടിച്ച് അവരുടെ കയ്യിൽ നിന്നുമുള്ള ഉപദേശം നമ്മൾ തേടാറുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ആ ആളിൽ നമുക്കൊരു വിശ്വാസമുണ്ട്, ആ ആളുടെ കഴിവിലും നമുക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ആ ഒരു വ്യക്തി ആയിക്കൂടാ? എന്ന് വെച്ചാൽ നമ്മളെ ആളുകൾ സമീപിക്കുകയും നമ്മുടെ സഹായം തേടാനായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് അവിടെ ബിൽഡ് ചെയ്യുകയും ചെയ്യും. ഇത് നമ്മുടെ കോൺഫിഡൻസിന് വേണ്ടി മാത്രമല്ല, തീർച്ചയായിട്ടും സമൂഹത്തിലുള്ള മറ്റുള്ള വ്യക്തികൾക്ക് സഹായകരമാകുന്ന ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടാകും. ആ കഴിവ് എങ്ങനെ കണ്ടെത്തണം, എങ്ങനെ വളർത്തണം എന്നതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ കഴിവ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ലോകത്തിന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, അറിയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മേക്ക് യുവർ ഓൺലൈൻ പ്രസൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ പോയിന്റാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ കാര്യങ്ങൾ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ എന്താണോ, നമ്മുടെ അറിവ് എന്താണോ അത് ലോകത്തിന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീഡിയോസായിട്ട് ഇറക്കാം, അല്ലെങ്കിൽ ബുക്സ് എഴുതാം. അങ്ങനെ ഏത് രീതിയിലാണോ ആ രീതിയിൽ തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ വീഡിയോസായിട്ട് ചെറിയ ചെറിയ യൂട്യൂബിലോ അല്ലെങ്കിൽ അതുപോലുള്ള എന്താ പറയുന്നത് ടെക്നോളജി ഉപയോഗിച്ചുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അത് കേൾക്കാനും നമ്മളെക്കുറിച്ച് അറിയാനും, നമ്മളെക്കുറിച്ച് മാത്രമല്ല നമ്മുടെ കഴിവിനെക്കുറിച്ച് അറിയാനും അത് സഹായകരമാകും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വിൻ സം അവാർഡ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു പോയിന്റാണ്. അത് വേറൊന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ തീർച്ചയായിട്ടും ഈ കഴിവിനെ വളർത്തിയെടുക്കാനായിട്ട് എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യുക. അങ്ങനെ കോഴ്സുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ അവാർഡ് അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റിങ്ങിന് അത് സഹായകരമാകും. എന്നുവെച്ചാൽ നമുക്ക് ഈ ഒരു കാര്യം വളർത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ കിട്ടുന്ന അവാർഡുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രിസിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒന്ന് അറിയിക്കുക. എന്നുവെച്ചാൽ നമ്മുടെ വീട്ടിലിപ്പം സർട്ടിഫിക്കറ്റ്സ് ആയിട്ടോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവാർഡായിട്ടോ ട്രോഫി ആയിട്ടോ വാങ്ങിച്ചു വെക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ്, നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും, ഇത് മാത്രമല്ല ഇതിനപ്പുറം ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതും. അതേപോലെ തന്നെ മറ്റുള്ളവരെ അറിയിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ അറിയിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം നമ്മൾ ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് അഹങ്കാരമായിട്ട് മാറാതെ ഇരിക്കാനായിട്ടും ഒന്ന് ശ്രമിക്കണം. പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം അതാണ്. ധാരാളം കഴിവ് എനിക്കുണ്ട് എന്നുള്ളൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ ആ അമിത വിശ്വാസം ചിലപ്പോൾ നമ്മളെ അബദ്ധത്തിൽ ചെന്ന് ചാടിക്കാനും അത് തന്നെ മതിയാവും. അതല്ല, തീർച്ചയായിട്ടും ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വളരെയധികം എളിമയോടുകൂടി, ഹ്യൂമിലിറ്റിയോടുകൂടി തന്നെ ജീവിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളൊന്ന് ശ്രദ്ധിക്കണം.